ഹലോ ഗായ്സ്, ടെക്നിക്കൽ ഗെയിമറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എപ്പിസോഡ് 4 അപ്പോൾ എപ്പിസോഡ് 4 കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇടാനായി. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു വീൽ സെറ്റ് ചെയ്യാനായിരുന്നു. സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇന്ന് വീൽ സെറ്റ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ അതിനായിട്ടുള്ള റിസോഴ്സില്ല. ഗായ്സ്, ഈ ബാരൽ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു ഓപ്പൺ ചെയ്ത പോലെ ഞാനൊന്ന് ഇപ്പോൾ കഴിയാൻ ശരിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാരലിൽ കിട്ടിയ ലൂട്ട് കാര്യങ്ങൾ കാണിച്ചു തരാം. ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞില്ലേ, നേരെ അടിയിലോട്ടൊന്ന് ചെറുതായി ഒന്ന് കുഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെറുതായിട്ടൊന്ന് കുഴിച്ച് പോയപ്പോൾ എനിക്ക് കിട്ടിയ ലൂട്ട് ഒരു കേവിൽ ഞാൻ പോയി പെട്ടു. അവിടെ നിന്ന് കിട്ടിയ ലൂട്ടാണ് ഇതെല്ലാം. ഓക്കെ, റെഡ് സ്റ്റോണിൽ നേരെ കിട്ടിയത് വേറെ സ്ഥലത്ത് നിന്നാണ്. ഡയമണ്ടും ഗോൾഡും കുറച്ചായിട്ട് കിട്ടിയിരുന്നു, അതും ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് വരിയിൽ പോയത് വേറെ ഒന്നിനല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവം വേണ്ട കോപ്പർ. ഈ ഒരു സംഭവിപ്പിക്കാൻ കാരണം ഇതിപ്പോൾ ആവശ്യമാണ് എനിക്ക്. കാരണം പുതിയ അപ്ഡേറ്റ് വരുന്നത് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കോപ്പർ ഗോളം, അതുപോലെ കോപ്പർ ആർമാർക്ക്, അതുപോലെ കോപ്പർ വെപ്പൺസ്, കോപ്പർ ഇങ്കട്ട്, അതുപോലെ ഒരുപാട് വരുന്നുണ്ട് കോപ്പറുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരു വേൾഡിലോട്ട് ഇറക്കിയിട്ട് വേണം. ഒരുപാട് കോപ്പർ ഗോളത്തെ ഇറക്കിയിട്ടൊരു സോർട്ടർ സെറ്റ് ചെയ്യാൻ സുഖമുള്ള ഏതൊരു നമ്മളൊരു ജോലിക്കാരനായിട്ടായിരിക്കും ആ ഒരു കോപ്പർ ഗോളം ചെസ്റ്റ്. കോപ്പർ ഗോളത്തിലൊരു കോപ്പർ ചെസ്റ്റ് ഉണ്ടാവും. ആ ചെസ്റ്റിൽ എന്നിട്ടാൽ ആ കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ ഈ ഒരു ചെസ്റ്റിൽ വെറും ഈ ഒരു ഗ്രാസ് അല്ല, ഈ ഡേർട്ട് മാത്രമാണ് വെച്ചിട്ടുള്ളത്. എങ്കിൽ ആ ഒരു ഗോളത്തിൻ്റെ ചെസ്റ്റ് ഉണ്ടാവും, കോപ്പർ ചെസ്റ്റ്. ആ ചെസ്റ്റിലോട്ട് നമ്മൾ ഈ ഒരു സംഭവം വെച്ച് കൊടുത്താൽ കോപ്പർ ഗോളം ആ കോപ്പർ ചെസ്റ്റിൽ നിന്ന്, സ്വന്തം ചെസ്റ്റിൽ നിന്ന് നമ്മുടെ ഡബിൾ ചെസ്റ്റ് കൊണ്ടുപോയി ഇതുപോലെ വെക്കും. അതാണ് കോപ്പർ ഗോളത്തിൻ്റെ പ്രത്യേകത. അതുപോലെ വെപ്പൺസ് എന്ന് പറയുന്നത്, ടൂൾസ് എന്ന് പറയുന്നത് പിക്കാക്സ്, അതുപോലെ എല്ലാ സോഡ്, ഷോവല്, അതുപോലെ എല്ലാതും സ്റ്റോണിൻ്റെയും അയണിൻ്റെയും ഇടയിലാണ് ഇരിക്കുക. അല്ലാതെ വളരെ സ്ട്രോങ്സ്റ്റ് ഒന്നുമല്ല. പക്ഷെ ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നല്ലതാണ്, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോപ്പർ കൊണ്ട് ആദ്യമായിട്ടൊരു ഉപകാരം വരികയാണ്. കോപ്പർ ഗോളത്തെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എനിക്ക് കോപ്പറിൻ്റെ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനാണ് ഈ വേൾഡിൽ. സർവൈവൽ മോഡിൽ എനിക്ക് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഒരു കോപ്പർ ഒരുപാടൊന്ന് ഒപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കോപ്പർ വേണം. ഞാൻ ഒരു അടയാളം വെച്ചിട്ടുണ്ട് എവിടെയാണ് ആ ഡയമണ്ട് കണ്ടെത്തിയ ആ ഒരു കേവ് ഇവിടെയാണുള്ളത്. അപ്പോൾ ഞാൻ കോപ്പർ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് കോപ്പർ തിരഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കേവ് അവിടെയൊക്കെ സ്ട്രിപ്പ് വൈൽ ചെയ്യണം എന്ന് ഇവിടെ നിന്ന് ചെയ്യാം. വളരെ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനൊരു കാര്യം എടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ വലിയ സാധനങ്ങൾ ആയിട്ട് എന്ന് പറഞ്ഞു. കുറച്ച് ക്രാഫ്റ്റിലല്ല, കുറച്ച് ഗ്യാദർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതും കൂടി ആയ 23 വീലിന് പൂവ് വെച്ചിട്ടാണ് അപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ അധികം പേരും അങ്ങനെ തന്നെയാണ്. വേറെ ഷീപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി മൂന്നെണ്ണമായിട്ട് ആ 1000ത്തുള്ള ഷീപ്പ് നമുക്ക് 12 തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുമായി കോപ്പർ ഇപ്പോൾ 62 ഉണ്ട്. പക്ഷേ നമുക്ക് എന്നാലും വേണ്ടി വരും. കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് കോപ്പറിൽ കുറച്ച് ടോർച്ച് വേണം. എൻ്റെ കൈ കൂളില്ലാവില്ല. അപ്പോൾ ഞാനൊന്ന് കൂളൊപ്പിക്കട്ടെ. അപ്പോൾ എൻ്റെ സീരീസ് കാണാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും ഒന്ന് പോയി കാണുക. ഓക്കെ, കോള് കുറച്ച് അവിടെ ഉണ്ട്, കുറച്ച് കോൾ അവിടെയുണ്ട്. എല്ലാ കോളിലാണ് എടുത്തിട്ട് അയൺ ആർമർ അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ നേരെ പോവുകയാണല്ലോ.
അപ്പോൾ ഫുള്ളായിട്ടൊരു അയൺ ആർമറൊക്കെ സെറ്റ് ചെയ്തു. നേരെ അടിയിലോട്ട് പോകുമ്പോൾ വലിയൊരു ഗെയിമാണെങ്കിൽ നമ്മൾ എന്തായാലും പെടും. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിലോട്ടൊന്ന് മാറ്റി വെക്കാം. കുറച്ച് വീട്ടിലോട്ട് കൂടി നിന്നോട്ടെ. ഇതൊക്കെ കയ്യിൽ എടുത്തിട്ട് വേണ്ട, എടുക്കാം. അതിൻ്റെ കോമ്പസൊക്കെ നമുക്ക് ആവശ്യമുള്ളതല്ല. ഇതൊക്കെ ഇവിടെ വെച്ച് പോവാൻ ഇതൊക്കെ പിക്കാക്സ് ഒന്നും വേണ്ട. ഒരു സ്വാഡ് ഇതിവിടെ ഷിയേഴ്സ് വിടലോട്ടെ. വാട്ടർ ബക്കറ്റ് അത് കയ്യിലിരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒരു കോപ്പറിന് വേണ്ടിയാണ് കഴിച്ചിട്ട് എത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരെ പോവാണ്. അപ്പോൾ എവിടെയൊക്കെ പോവാൻ എനിക്കറിയില്ല, കാരണം എവിടെന്നെങ്കിലും നമുക്കിത് സ്ട്രിപ്പ് ചെയ്യണം. ഓക്കെ, അതൊക്കെ എന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിലായിട്ട് ബെഡ് എടുത്ത് കൈ വെച്ചേക്കാം ഗൈസ്, കാരണം ബെഡ് വേണം, അതാവശ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ നേരെ എവിടേക്ക് പോകുന്നതൊരു ഡൗട്ടാണ്. ഒരു സ്ഥലം മാർക്ക് ചെയ്തിട്ട് കുറച്ച് വീട്ടിൽ എൻ്റെ ഹങ്കർ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കുഴിച്ചങ്ങ് പോയാൽ നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കുറച്ചും കൂടി അടിയിലോട്ട് പോയിട്ട് ഈ ഒരു ലെവലുകൾ നിൽക്കാതിലോട്ടെ. ഇവിടെ ഒരു ടോർച്ച് ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു ക്ലോസ് കൊടുത്ത് ഇത് സംഭവം എന്താ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഓക്കെ, അത് വൈകാതെ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വൈകിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് എത്തിപ്പെടാതിരിക്കില്ല. ഡീപ്പ് സ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തേണ്ട. സ്പോണർ ആ ഒരു ഭാഗത്തേക്ക് സ്പോണറൊക്കെ ഉള്ള ഒരു സൈസ്, ഒരു സ്പോണറിലൊക്കെ ഒരു വൈ ലെവലുണ്ട്. വൈ ലെവൽ കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക, കാരണം നമുക്ക് സ്പോണറൊക്കെ കണ്ടെത്തണം. അതുകൂടി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിർത്താം ഈ ലെവൽക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് പോയി നോക്കാം. കോപ്പിൾ സ്റ്റാർ കിട്ടുന്ന കാര്യം കൂടിയാണ്. നമുക്ക് കുറച്ചും കൂടി പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ ഒരു ടോർച്ചൊക്കെ അല്ലെങ്കിൽ ക്രീപ്പർ സ്പോണായിട്ട് നമ്മൾ വഴി ചെയ്തതിന് പകരം ക്രീപ്പർ വഴി ചെയ്തോളൂ. നമുക്കൊരു ഫൈറ്റിൽ ഇപ്പോൾ താല്പര്യമില്ല, അതുകൊണ്ട് ആൾ വലിയ വലിയ കേവിലോട്ട്. ഓ കോപ്പർ ലൈറ്റല്ലേ. ഓ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തൊരു കേവായിരിക്കും, നമുക്കൊരു പേടിയില്ല. ഓക്കെ, ഇവിടെ നിന്നാണ് കേൾക്കുന്നത്. ക്രീപ്പറുള്ളെങ്കിലാണ് സീന്. പേടിപ്പിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അയാളുകൾ വെക്കാം. ക്രീപ്പറിൻ്റെ ശബ്ദം എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഓക്കെ, കോപ്പർ മതി ഗൈസ്, ഇത്രക്കൊക്കെ മതി. കോപ്പർ ഗൈസ്, അവിടെ എന്തോ എനിക്കറിയില്ല, തോന്നിയതാണോ എനിക്കറിയില്ല. അവിടെ എന്തോ ഉള്ളത് പോലെ തോന്നി. അവിടെ ഒരു കല്ലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തീരത്തിലെ ഗൈസ് കോപ്പർ അൺലിമിറ്റഡാണോ? ഇപ്പത്തന്നെ ഏതാണ്ട് ഒരു സ്റ്റാക്ക് കയ്യിലുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാക്ക്. വീട്ടിലെത്തി ഗൈസ് നമ്മൾ ഫൈനലി. അപ്പോൾ നേരെ പോയി കിടക്കാം, കാരണം രാത്രി ആയിട്ടുണ്ട്.
അപ്പോൾ എപ്പിസോഡ് 5 മിക്കവാറും അപ്ഡേറ്റ് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നാണ് അതിൻ്റെ റിലീസ് ഡേറ്റ്. ആ ഒരു അപ്ഡേറ്റിൻ്റെ റിലീസ് നിങ്ങൾക്ക് അറിയെങ്കിൽ ഞങ്ങൾ എല്ലാവരും അറിയുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക, കാരണം എനിക്കറിയില്ല. മിക്കവാറും എപ്പിസോഡ് 5 ആ ഒരു സെറ്റപ്പ് കൊണ്ടുവരാനാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ ആർമറിലൊന്നും ഒരു ഡാമേജ് വന്നിട്ടില്ല. ഓക്കെ, ജസ്റ്റ് പ്ലേറ്റ് ആക്കി വെച്ചാൽ നമുക്ക് ഇട്ടേക്കാം. ലൈറ്റായിട്ടുണ്ട്. ഇനി കൂടുതൽ പേര് വിളിച്ച് വരുത്താതെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഇറക്കാം. അപ്പോൾ ഇപ്പം കുറച്ച് കൈ കോളിരിപ്പുണ്ട്. ഇത് കുക്കായിട്ടില്ല. ഓക്കെ, ഇത്രത്തോളം കോളിനെ കണക്ട് ചെയ്തു. ആദ്യമായിട്ടാണ് എനിക്കൊരു കോളിന് വേണ്ടി നമ്മൾ ഒരു എപ്പിസോഡ് മുഴുവൻ മാറ്റി. നമ്മളെന്നല്ല ഈ ഒരു ഓക്കെ നല്ല വൈക്രാഫ്റ്റിൽ കോപ്പർ ഇപ്പോൾ വലിയൊരു സംഭവമായിട്ട് വരുന്നുണ്ട്. എന്താണ് സംഭവം നിങ്ങൾക്ക് ആർക്കും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, അറിയുന്നവർ. മാജിക് ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ നോക്കി തൊട്ടാൽ വെള്ളം കിട്ടും. ഈ വെള്ളം ടോർച്ച് പോയി. ഇവിടെ മാജിക് എന്ന് വെച്ചാൽ ഇതൊരു സ്ലാബാണ്, പക്ഷേ ഇതിൻ്റെ ബ്ലോക്ക് കിട്ടും. ഇവിടെ നോക്കിയാൽ വെള്ളം കിട്ടില്ല, ഇവിടെ നോക്കിയാൽ വെള്ളം കിട്ടില്ല, ഇവിടെ നോക്കിയാൽ. ഇപ്പോൾ ഞാൻ കാര്യം കളിച്ചാൽ ഇവിടെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെള്ളം ടോർച്ച്. ഇതെന്ന് വെച്ചാൽ സ്ലാബിൻ്റെ അടിയാകുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് പോലെ നമ്മളൊരു ഹാഫ് ബ്ലോക്കിൻ്റെ വെക്കാതെ ഫുൾ ബ്ലോക്കിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്കതിലടി വെള്ളം ഒഴിക്കാം. അതുപോലെ ഒരു ബ്ലോക്ക് വെക്കാം. ഞാൻ കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിട്ട് കളിച്ചാൽ കാണിച്ചത്. ഇത് പൊട്ടിച്ചിട്ട് മനസ്സിലായില്ല, ഞാൻ ഇതൊന്ന് കാണിച്ചാൽ കണ്ട ഇനി. അപ്പോൾ ഇവിടെ ഒഴിച്ചത് ഇവിടേക്ക് അവിടെ നിന്ന് ഒലിച്ചു വന്നു. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വെള്ളം കിട്ടി. ഇപ്പോൾ ഇതിലവിടെ വെച്ചാൽ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ആ ഒരു കോപ്പർ കുളത്ത് ഇറക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.